നമസ്കാരം. ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു ഈസി മെത്തേഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഒരു ഇക്വേഷൻ വെച്ചിട്ട് h is equal to s plus half into e minus v plus or minus c. ആ ക്ലാസ് എടുത്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഇനി വേറെ ജോമെട്രി വെച്ചിട്ട് നമുക്ക് ഹൈബ്രിഡൈസേഷൻ എക്സ്പെക്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഉണ്ട് എന്ന്. അപ്പൊ നമ്മൾ ഇന്ന് അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ ജോമെട്രി ഓഫ് എ മോളിക്യൂൾ, സ്ട്രക്ചർ ഓഫ് എ മോളിക്യൂൾ, ഇങ്ങനെ ഏത് സൈഡിൽ നിന്ന് ചോദിച്ചാലും കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പമാർഗം കൂടിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതിൽ കുറച്ച് ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ബോണ്ട് പെയറും ലോൺ പെയറിന്റെ എണ്ണം ഇത് വെച്ചിട്ടാണ് നമ്മൾ ജോമെട്രി പ്രഡിക്ട് ചെയ്യുന്നത്. അങ്ങനെയും ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് കോമ്പറ്റീറ്റീവ് എക്സാമിൽ വരാറുള്ളതാണ്. പ്രഡിക്ട് ദി ജോമെട്രി ഓഫ് എ മോളിക്യൂൾ, അമോണിയ മോളിക്യൂൾ, വാട്ടർ മോളിക്യൂൾ എന്തായിരിക്കാം അങ്ങനെ. അപ്പൊ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ജോമെട്രി ഓഫ് എ മോളിക്യൂൾ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്ത് വെച്ചിട്ടാണ്? ബോണ്ട് പെയറും ലോൺ പെയറും വെച്ചിട്ട്. ഓക്കെ, അപ്പോ ബോണ്ട് പെയർ, ലോൺ പെയർ, ജോമെട്രി നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ബോണ്ട് പെയർ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ, ബോണ്ട് പെയർ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ലോൺ പെയർ 0 എന്ന് എഴുതുന്നത് ലോൺ പെയർസ് അവിടെ വേറെ ഒന്നുമില്ല. അതായത് ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ചെയ്യാതെ നിൽക്കുന്ന ഫ്രീ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഫ്രീ ഇലക്ട്രോൺ പെയേഴ്സ് അങ്ങനെ ഒന്നുമില്ല എന്നുള്ളത് കാണിക്കാനാണ് 0 എന്ന് എഴുതുന്നത്. അവിടെ ആകെ 2 ബോണ്ട് പെയർ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് എങ്കിൽ ജോമെട്രി എന്ന് പറയുന്നത് ലീനിയർ ആയിരിക്കും. ലീനിയർ ജോമെട്രി ആയിരിക്കും. 2 ബോണ്ട് പെയർ മാത്രമേ ഉള്ളൂ എങ്കിൽ ലീനിയർ ജോമെട്രി ആയിരിക്കും. ഇനി ഒരു ഇലക്ട്രോൺ അറ്റ് 1 എൻഡ് അങ്ങനെ വന്നു കഴിയുമ്പോൾ അതിന്റെ ജോമെട്രി ബെൻഡ് അല്ലെങ്കിൽ വി ഷേപ്ഡ് ആയി മാറി. ഒരു ഇലക്ട്രോൺ 1 എൻഡിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബെൻഡ് ആയിട്ട് മാറി. ബിക്കോസ് ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ. ഓക്കെ, അതാണ് അതിന്റെ റീസൺ ആയിട്ട് വരുന്നത്. ഇനി ഒരു ലോൺ പെയർ ഉണ്ടെങ്കിലും again bend due to repulsion. 2 ലോൺ പെയർ ഉണ്ടെങ്കിലും ബെൻഡ് ആയിരിക്കും. ബട്ട് 3 ലോൺ പെയർസ് ഉണ്ടെന്നുണ്ടെങ്കിൽ again ലീനിയർ സ്ട്രക്ചറിലേക്ക് മാറും. അപ്പൊ ഇത് ആണ് ബോണ്ട് പെയർ 2 വന്നിട്ടുള്ള ക്ലാസ് എന്ന് പറയുന്നത്. ഇനി ബോണ്ട് പെയർ 3 വന്നാലുള്ള ക്ലാസ്സസ്. ബോണ്ട് പെയർ 3 ഉണ്ട്, ലോൺ പെയർസ് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ആ മോളിക്യൂളിന്റെ ജോമെട്രി എന്ന് പറയുന്നത് ട്രയഗണൽ പ്ലാനാർ ആയിരിക്കും. ട്രയഗണൽ പ്ലാനാർ. ഓക്കെ, അതായത് സെൻട്രൽ ഒരു ആറ്റം, 3 ബോണ്ട് പെയർ മാത്രം. ട്രയഗണൽ പ്ലാനാർ. ഇനി അവിടെ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട് എന്ന് വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്ട്രക്ചറിൽ ചെറിയൊരു മാറ്റം ഉണ്ടാകും. പിരമിഡൽ സ്ട്രക്ചർ ആയിരിക്കും. ഓക്കെ, പിരമിഡൽ. ഇങ്ങനെ ഇരിക്കും. 3 ബോണ്ട് പെയർ, ഒരു ലോൺ പെയർ, പിരമിഡൽ സ്ട്രക്ചർ. അമോണിയ മോളിക്യൂളിന്റെ സ്ട്രക്ചർ പോലെ പിരമിഡൽ സ്ട്രക്ചർ ആയിരിക്കും. നൈട്രജന്റെ ഒരു ലോൺ പെയർ, 3 ഹൈഡ്രജൻ. NH3 മോളിക്യൂളിന്റെ സ്ട്രക്ചർ പോലെ ഇരിക്കും പിരമിഡൽ സ്ട്രക്ചർ. ദെൻ അവിടെ 3 ബോണ്ട് പെയറും 2 ലോൺ പെയറും ഉണ്ട് എങ്കിൽ എങ്ങനെയായിരിക്കും അതിന്റെ സ്ട്രക്ചർ? സ്ട്രക്ചർ എന്ന് പറയുന്നത് T ഷേപ്പ് ആയിരിക്കും. T ഷേപ്പ്. T ഷേപ്പിലായിരിക്കും നിൽക്കുന്നത്. 3 ബോണ്ട് പെയറും 2 ലോൺ പെയറും. ഓക്കെ, T ഷേപ്പിലായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടെ 3 കഴിഞ്ഞു. കിട്ടിയല്ലോ. ഇനി 4 ആണ് വരുന്നത്. 4 ബോണ്ട് പെയർസ്. 4 ബോണ്ട് പെയർസ് വന്നു കഴിഞ്ഞാൽ ലോൺ പെയർ ഒന്നുമില്ല എങ്കിൽ ടെട്രാഹൈഡ്രൽ ആയിരിക്കും ജോമെട്രി എന്ന് പറയുന്നത്. ഒരു ലോൺ പെയർ വരികയാണെങ്കിൽ
സീസോ സ്ട്രക്ചർ എന്ന് പറയും. സീസോ ഈ പാർക്കിലൊക്കെ കുട്ടികൾ ഇങ്ങനെ ആടിയിരിക്കുന്നതല്ലേ സീസോ, ആ സ്ട്രക്ചർ ആയിരിക്കും. രണ്ട് ലോൺ പെയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്വയർ പ്ലാനാ. സ്ക്വയർ പ്ലാനർ ആയിരിക്കും സ്ട്രക്ചർ. സ്ക്വയർ പ്ലാനർ ആയിരിക്കും സ്ട്രക്ചർ. ഇവിടെ രണ്ട് ലോൺ പെയർ, താഴെയും രണ്ട് ലോൺ പെയർ. സ്ക്വയർ പ്ലാനർ ആയിരിക്കും സ്ട്രക്ചർ. 4 കഴിഞ്ഞു. 5 ബോണ്ട് പെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ 5 ബോണ്ട് പെയർ ഉണ്ട്, നോൺ പെയർസ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ സ്ട്രക്ചർ ട്രയഗണൽ ബൈ പിരമിഡൽ. ട്രയഗണൽ ബൈ പിരമിഡൽ സ്ട്രക്ചർ. ഒരു ലോൺ പെയർ ഉണ്ടെങ്കിൽ 5 ബോണ്ട് പെയർ പ്ലസ് 1 ലോൺ പെയർ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സ്ക്വയർ പിരമിഡൽ. സ്ക്വയർ പിരമിഡൽ ഷേപ്പ് ആയിരിക്കും. ഓക്കെ, രണ്ട് ലോൺ പെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ പെന്റഗണൽ പ്ലാന. പെന്റ 5, പെന്റഗണൽ പ്ലാന. പെന്റഗണൽ പ്ലാന. ബോണ്ട് പെയർ 6 ഉണ്ട്, നോൺ പെയർസ് ഒന്നുമില്ല. ഒക്ടാഹിഡ്രൽ ജോമെട്രി ആയിരിക്കും. എന്താണ് ഒക്ടാഹിഡ്രൽ? ഒരു ലോൺ പെയർ വന്നു കഴിഞ്ഞാൽ ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹിഡ്രൽ. ലോൺ പെയർസ് ഒന്നുമില്ല എങ്കിൽ ജോമെട്രി പെന്റഗണൽ ബൈ പിരമിഡൽ. ഓക്കെ, പെന്റഗണൽ ബൈ പിരമിഡൽ. ഒരു ലോൺ പെയർ വരികയാണെങ്കിൽ ഡിസ്റ്റോർട്ടഡ് പെന്റഗണൽ ബൈ പിരമിഡൽ എന്ന് പറയും. സാധാരണ 7, 8 ഒക്കെ ഒരേപോലെ തന്നെ വരുള്ളൂ. 6 ഒക്ടാഹിഡ്രല്, 7 പെന്റഗണൽ ബൈ പിരമിഡൽ, 8 എന്ന് പറയുമ്പോൾ ക്യൂബിക്. ഓക്കെ, ഇങ്ങനെയാണ് സ്ട്രക്ചേഴ്സ് വരുന്നത്. ഇനി സ്ട്രക്ചർ ഓഫ് എ മോളിക്യൂൾ അല്ലെങ്കിൽ ജോമെട്രി ഓഫ് എ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു അറിവ് വെച്ചിട്ട് അതിന്റെ ജോമെട്രി വളരെ ഈസി ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്ത് എഴുതാനായിട്ട് സാധിക്കും. എത്ര ബോണ്ട് പെയർസ് വരുന്നുണ്ടോ, NH3 മോളിക്യൂൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ NH3 മോളിക്യൂൾ എടുക്കാം. NH3 മോളിക്യൂളിന്റെ ജോമെട്രി കണ്ടുപിടിക്കുക. നൈട്രജൻ നമുക്കറിയാം, ബോറോൺ, കാർബൺ, നൈട്രജൻ 5 വാലൻസി ആയിട്ട് വരുന്നത്. 1, 2, 3, 4, 5 ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് വെക്കുക. ഓക്കെ, 3 ഹൈഡ്രജൻ ആണ്. 1, 2, 3 3 ഹൈഡ്രജൻ. ഒരു ലോൺ പെയർ അങ്ങനെ നിൽക്കുന്നു. ഓക്കെ, അപ്പൊ നോക്കുക, 3 ബോണ്ട് പെയർ പ്ലസ് 1 ലോൺ പെയർ. 3 ബോണ്ട് പെയർ വരുമ്പോഴുള്ള ജോമെട്രി നമുക്കറിയാം. എന്താണ് 3 ബോണ്ട് പെയർ വരുമ്പോ ട്രയഗണൽ പ്ലാനാർ. ഓക്കെ, ദെൻ അവിടെ ഒരു ലോൺ പെയർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വന്നു? പിരമിഡൽ. അപ്പോ അമോണിയ മോളിക്യൂളിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് പിരമിഡൽ, അല്ലെങ്കിൽ ജോമെട്രി എന്ന് പറയുന്നത് പിരമിഡൽ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഓരോ ജോമെട്രി കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ദെൻ വാട്ടർ മോളിക്യൂൾ എടുക്കാം. ഒരു എക്സാമ്പിളും കൂടി നമുക്ക് നോക്കാം. വാട്ടർ മോളിക്യൂൾ എടുക്കാം. ഓക്സിജൻ സെന്ററില് എത്രയാണ് വാലൻസി എന്ന് പറയുന്നത്? 6. 1, 2, 3, 4, 5, 6. 2 ഹൈഡ്രജൻ ഉണ്ട്. 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. സോ 2 ബോണ്ട് പെയർ പ്ലസ് 2 ലോൺ പെയർ. ബെൻഡ് അല്ലെങ്കിൽ വി ഷേപ്ഡ്
ജോമെട്രി. അപ്പൊ വാട്ടർ മോളിക്യൂളിന്റെ ഷേപ്പ് എന്താണ്? ബെൻഡ്. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഇനി ഇത് എങ്ങനെയാണ് ഹൈബ്രിഡൈസേഷനുമായി കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ഹൈബ്രിഡൈസേഷൻ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണ്ട് പെയർ പ്ലസ് ലോൺ പെയർ ഇസ് ഈക്വൽ ടു ബോണ്ട് പെയർ പ്ലസ് ലോൺ പെയർ ഇസ് ഈക്വൽ ടു 2 ആണ് എന്നുണ്ടെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. 3 ആണെന്നുണ്ടെങ്കിൽ sp2 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. 1 1 2 2 1 3. ഓക്കെ. 4 ആണെന്നുണ്ടെങ്കിൽ sp3 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. ഓക്കെ. അല്ല എങ്കിൽ 4ന് ഒരുപാട് ജോമെട്രി ഉണ്ട്. നമ്മൾ ആദ്യം ജോമെട്രി കണ്ടുപിടിക്കണം. ജോമെട്രി വെച്ചിട്ട് വ്യത്യാസം വരാം. sp3 അല്ലെങ്കിൽ dsp2 or sp2d ഇതിലേത് വേണമെങ്കിലും വരാം. 2 1 3 1 4. ഓക്കെ. 5 ആണെന്നുണ്ടെങ്കിൽ sp3d അല്ലെങ്കിൽ dsp3 ഇങ്ങനെ വരാം. ഇനി ഇതിന് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഇത്രയും മനസ്സിൽ വയ്ക്കാൻ എക്സാമ്പിൾ നോക്കാം. നമ്മൾ കണ്ടുപിടിച്ച സെയിം എക്സാമ്പിൾ തന്നെ നോക്കാം. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു അമോണിയ മോളിക്യൂൾ NH3യുടെ എന്തായിരുന്നു? പിരമിഡൽ ഷേപ്പ് ആയിരുന്നു. NH3 ഒരു ലോൺ പെയർ ഇങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചത്. അപ്പൊ നമ്മൾ എന്ത് ഷേപ്പാണ് പറഞ്ഞത്? പിരമിഡൽ ഷേപ്പാണ് പറഞ്ഞത്. അപ്പൊ ജോമെട്രി കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടി. പിരമിഡൽ ആണ്, പിരമിഡൽ ഷേപ്പാണ്. കിട്ടിയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഇതിൽ നിന്നും ഹൈബ്രിഡൈസേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? ഓക്കെ. ബോണ്ട് പെയർ പ്ലസ് ലോൺ പെയർ ഇസ് ഈക്വൽ ടു അതിൽ കിടക്കുന്നതിൽ എത്രയാണെന്ന് നോക്കാം. 3 ബോണ്ട് പെയർ പ്ലസ് ഒരു ലോൺ പെയർ ഇസ് ഈക്വൽ ടു 3 1 4. 4 വന്നപ്പോൾ എന്ത് വന്നു? sp3 ഹൈബ്രിഡൈസേഷൻ വന്നു. കിട്ടിയോ? ഇങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്. വാട്ടർ മോളിക്യൂൾ എടുക്കാം. Two bond pair plus 2 lone pair is equal to 2 plus 2 4. ഓക്കെ. ജോമെട്രി നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ 2 ബോണ്ട് പെയർ പ്ലസ് 2 ലോൺ പെയേഴ്സ് ഉള്ളത് ബെൻഡ് സ്ട്രക്ചർ ആണ്. ഓക്കെ. നമ്മൾ ഇവിടെ നോക്കുന്നത് സ്ട്രക്ചർ അല്ല, ഹൈബ്രിഡൈസേഷൻ എത്രയാണെന്നാ. അപ്പൊ രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 4 കിട്ടും. 4 കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈബ്രിഡൈസേഷൻ എത്രയാ? sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. സിമ്പിൾ മോളിക്യൂൾസിന്റെ കേട്ടോ. സിമ്പിൾ മോളിക്യൂൾസിന്റെ ഇപ്പോഴും അങ്ങനെയായിരിക്കും. sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. നമ്മൾ ബൈഹാർട്ട് ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു മോളിക്യൂൾ എടുക്കാം. ഫോർ എക്സാമ്പിൾ SF6 എടുക്കാം. ഓക്കെ. 6 ആണ് സൾഫറിന്റെ. 1 2 3 4 5 6. എല്ലായിടത്തും ഫ്ലൂറിൻ ഉണ്ട്. സോ 6 ബോണ്ട് പെയർസ് പ്ലസ് 0 ലോൺ പെയർ ആണ്. sp3d2 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. sp3d2 6 ബോണ്ട് പെയർ പ്ലസ് 0 ലോൺ പെയർ ഇസ് ഈക്വൽ ടു sp3d2 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. 3 2 5 1 6 ഇങ്ങനെയായിരിക്കും. 6 ആണെങ്കിൽ sp3d2 അല്ലെങ്കിൽ d2 sp3. ഓക്കെ. ഇങ്ങനെയായിരിക്കും ഹൈബ്രിഡൈസേഷൻ വരുന്നത്. അപ്പൊ ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെയും ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാം. നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഏറ്റവും നോക്കേണ്ടത് ബോണ്ട് പെയറും ലോൺ പെയറും വെച്ചിട്ട് ജോമെട്രി എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ പഠിക്കേണ്ടത്. ഓക്കെ. അത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ്. ആദ്യത്തെ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് സിമ്പിൾ മോളിക്യൂൾസിന്റെ ജോമെട്രി കിട്ടും. ഇത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 തരത്തിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് സാധിക്കും. അതാണ് ഈ ഒരു മെത്തേഡ് പഠിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുറച്ചധികം പ്രോബ്ലംസ് നിങ്ങൾ പല പല ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നും കിട്ടുന്നതും അല്ലെങ്കിൽ ടെക്സ്റ്റുകളിൽ നിന്ന് വായിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം മനസ്സിൽ തോന്നുന്നതുമായിട്ടുള്ള ഏതെങ്കിലും എക്സാമ്പിൾസ് ഇട്ടിട്ട് സ്വയമായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അങ്ങനെ കുറെ വർക്ക് നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കത് വളരെ എളുപ്പം വഴങ്ങുക. ഓക്കെ.
അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മെത്തേഡും അല്ലെങ്കിൽ അതിന്റെ ജോമെട്രി കണ്ടുപിടിക്കുന്ന മെത്തേഡും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.